വീട്ടമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇടുക്കി ശങ്കരപാണ്ടിമെട്ടിൽ ജഗൻമോഹന്റെ ഭാര്യ ശാന്തിയാണ് കൊല്ലപ്പെട്ടത്. ഇവരെ കഴുത്തിൽ തോർത്തുമുറുക്കി ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ. കേസിൽ ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണനെ ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ വീട്ടമ്മ ഈ ശാന്തിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് എന്താണ് കൊലപാതകത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഏറ്റവും കഴിഞ്ഞ 4-നാണ് ജഗൻമോഹൻ ഭാര്യ ശാന്തിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതായത് ഈ ശാന്തി മാത്രം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ജഗൻമോഹന്റെ സഹോദരി ഭർത്താവ് രാമകൃഷ്ണൻ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ആ വീട്ടിലേക്ക് എത്തിയത് ആണി വാങ്ങാൻ എന്ന രീതിയിൽ വീട്ടിലേക്ക് എത്തുകയായിരുന്നു. ഈ സമയത്ത് ശാന്തി ജഗൻമോഹനെ വിളിച്ച് ഈ രാമകൃഷ്ണൻ വീട്ടിലെത്തി കാര്യം പറയുകയും ചെയ്തു. ഒപ്പം ആണി കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞു. തുടർന്ന് ജഗൻമോഹൻ പറഞ്ഞു താൻ വരുമ്പോൾ ഈ ആണി ആവശ്യപ്പെട്ട സാധനം എടുത്തു നൽകാമെന്നൊക്കെ പറയുകയായിരുന്നു. എന്നാൽ പിന്നീട് ജഗൻമോഹൻ അല്പസമയത്തിന് ശേഷം വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടിൽ മരിച്ച നിലയിൽ അല്ലെങ്കിൽ വീട്ടു തറയിൽ വീണ് കിടക്കുന്ന നിലയിൽ ശാന്തിയെ കണ്ടെത്തുകയായിരുന്നു. ഒപ്പം രാമകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വിവരം തിരക്കിയപ്പോൾ തനിക്ക് ചായ എടുത്തു വരുന്നതിനിടെ ചായ എടുത്തതിനായി ശാന്തി എത്തുകയും തുടർന്ന് ചായ തന്ന ശേഷം ഇവർ കുഴഞ്ഞു വീഴുകയുമായിരുന്നു എന്നാണ് അറിയിച്ചത്. തുടർന്ന് ഇരുവരും ചേർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. അങ്ങനെ തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് എന്നാൽ ശാന്തി കുഴഞ്ഞു വീണ് മരിച്ചതല്ല, പകരം ഇവരുടെ കഴുത്തിൽ കുരുക്ക് ഉണ്ടാക്കി അല്ലെങ്കിൽ കഴുത്തിൽ ശ്വാസം മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലാകുന്നത്. ശാന്തിയെ രാമകൃഷ്ണൻ കൊലപ്പെടുത്തുകയാണെന്നാണ് മനസ്സിലാകുന്നത്. തോർത്തോ അതുപോലെയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ഇവരുടെ കഴുത്തിൽ മുറുക്കി അവരെ കൊലപ്പെടുത്തുകയാണെന്നാണ് കരുതുന്നത്. എന്തായാലും രാമകൃഷ്ണൻ ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ജഗൻമോഹന്റെ സഹോദരി ഭർത്താവാണ് രാമകൃഷ്ണൻ. ഇയാൾ മറ്റെന്തൊക്കെയോ കുടുംബപരമായ പ്രശ്നങ്ങളൊപ്പം ഇവരുടെ സ്വഭാവ ദൂഷ്യമുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങൾ രാമകൃഷ്ണൻ ഉന്നയിക്കുന്നുണ്ട്.